ഗോൾഡും സിൽവറും ഹോൾഡ് ചെയ്യുന്നവർ ഇപ്പോൾ സെല് ചെയ്യണോ വേണ്ടയോ? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, മുഴുവനായിട്ട് കണ്ടോളൂ. ഹായ് ഹലോ എവരിവൺ, ഇറ്റ്സ് മി ശ്രീജിത്ത് ജ്വല്ലറി ക്രിയേറ്റർ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഓയിലിന്റെ ഡിമാൻഡ് കൂടുകയും ഡോളറിന്റെ ഡിമാൻഡ് കൂടുകയും ചെയ്ത് ഗോൾഡിൽ ഒരു 20% ഇടിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണോ ഗോൾഡ് റേറ്റ് കുറഞ്ഞത് അതുപോലെ തന്നെ പതുക്കെ പതുക്കെ ഇപ്പൊ ഗോൾഡ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡോളറും ഗോൾഡും സിൽവറും തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധമുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. US ഡോളർ സ്ട്രോങ് ആവുമ്പോൾ ഗോൾഡിന്റെയും സിൽവറിന്റെയും പ്രൈസ് താഴോട്ടിറങ്ങും. ഇതിന് കാരണം ലോകത്തിലെ സേഫ് ഹെവൻ കറൻസി ഡോളറാണ്. സേഫ് ഹെവൻ മെറ്റല് ഗോൾഡുമാണ്. അതുകൊണ്ട് ഈ ക്രൈസിസ് ഒക്കെ വരുന്ന സമയത്ത് ചില ഇൻവെസ്റ്റേഴ്സ് റിസ്കി ആയിട്ടുള്ള മെറ്റലുകളിൽ നിന്ന് ഡോളറിലേക്ക് അത് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഡോളറിന്റെ ഡിമാൻഡ് കൂടുകയും ചെയ്യും, ഗോൾഡിന്റെ പ്രൈസ് താഴോട്ട് ഇറങ്ങുകയും ചെയ്യും. മറ്റ് രാജ്യങ്ങളുടെ കറൻസിയെക്കാളും ഡോളറിന് എന്തുകൊണ്ട് ഇത്രയധികം മൂല്യം അല്ലെങ്കിൽ എത്രയധികം ഇമ്പോർട്ടൻസ് ആളുകൾ കൊടുക്കുന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓയിൽ, ഗ്യാസ്, സിൽവർ, ട്രേഡ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് US ഡോളറിലാണ്. എന്തായാലും ഇനി വാറൊക്കെ അവസാനിച്ച് ഇനി സാധാരണഗതിയിലായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നീണ്ടു കഴിഞ്ഞാൽ ഗോൾഡിന്റെ പ്രൈസ് സാധാരണ പോലെ തന്നെ ഇനി കൂടാനുള്ള ചാൻസ് ആണ് വളരെയധികം കൂടുതൽ. നിങ്ങളിപ്പോൾ ഷോർട്ട് ടൈമിലേക്കാണ് ഗോൾഡ് വാങ്ങി സേവ് ചെയ്യുന്നതെങ്കിൽ അത് ലോങ് ടൈമിലേക്ക് ആക്കി മാറ്റി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അതിൽ വലിയൊരു ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കയ്യിലുള്ള സ്വർണ്ണം എല്ലാം എടുത്ത് വിൽക്കാനായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും.